സോ ധർമ്മചക്ര പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കൊരു വീല് സിംബലൈസ് ചെയ്യാം. ഓക്കെ, ധർമ്മ ചക്ര പ്രവർത്തനം എന്നല്ലേ പറയുന്നത്, ഒരു വീല് വെച്ച് പറയാം. ഓക്കെ, ബുദ്ധന്റെ കോണ്ടെക്സ്റ്റിൽ ധർമ്മം എല്ലാം ഇരിക്കുന്നത് ഒരു വീലിന്റെ രൂപത്തിലാണ്. ഓക്കെ, വീലിന് 8 സ്പോക്സ് ഉണ്ട്, 8 സ്പോക്കുകളുണ്ട്. ഓക്കെ, ഈ 8 എണ്ണം എന്ന് പറഞ്ഞാൽ 8 മാർഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അഷ്ടാംഗ മാർഗ എന്നോ അഷ്ടാംഗിക മാർഗ എന്നൊക്കെ പറയും. 8 മാർഗങ്ങൾ, ദ 8 പാത്ത് ടു സാൽവേഷൻ. ഓക്കെ, ദ 8 പാത്ത് ടു സാൽവേഷൻ. സാൽവേഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിർവ്വാണ അഥവാ മോക്ഷം അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 8 വഴി എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കാം. അതാണ് അഷ്ടാംഗിക മാർഗ എന്നോ അഷ്ടാംഗ മാർഗ എന്നോ പറയും. ഓക്കെ, അപ്പോൾ 8 സ്പോക്സ് ഉണ്ട്, ഓരോന്നും ഓരോ പാത്താണ് കാണിക്കുന്നത്. റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് വ്യൂ, റൈറ്റ് എഫേർട്ട്, റൈറ്റ് കോൺസെൻട്രേഷൻ, റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് സ്പീച്ച്. ഇതെല്ലാം കൂടിച്ചേരുന്നത് ഈ ഭാഗം. ദിസ് ഇസ് വാട്ട് ധർമ്മ ഈസ്. ധർമ്മ ചക്ര പ്രവർത്തനമാണ്, ധർമ്മത്തിന്റെ ചക്രമാണ് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുന്ന ദ സെന്റർ പാർട്ട് ഓഫ് ദിസ് വീൽ ഇസ് ദ ധർമ്മ. ധർമ്മം ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ധർമ്മം കിട്ടണമെങ്കിൽ ഈ 8 എണ്ണവും കറക്റ്റായിട്ട് എന്ത് ചെയ്യപ്പെടണം, ഫോളോ ചെയ്യണം. ഇതാണ് അഷ്ടാംഗിക മാർഗ എന്ന് പറയുന്നത്. ഇതാണ് ബുദ്ധന് ലഭിച്ച ആ ഒരു എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ ആണ് ബുദ്ധന് ലഭിച്ചത്. പിന്നെ എല്ലാം ബുദ്ധന്റെ ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ചെറിയ ചെറിയ ഇന്റർപ്രിട്ടേഷൻസ് വരുത്തി പല പല ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് നോട്ട് ഡൗൺ ചെയ്യാണ്. ബുദ്ധന് മനസ്സിലായത് ദിസ് ഇസ് വാട്ട് ധർമ്മ ഇസ്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയസ്സാകുക, സിക്ക്, അതുപോലെ ഡെഡ് ബോഡി, അസറ്റിക് ആവുന്നതിന്റെ റീസൺസ് എല്ലാം നമുക്ക് ലഭിക്കുമെന്നും പുള്ളി പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ബുദ്ധന്റെ പ്രധാനപ്പെട്ട ഇവന്റ്സ്, ബുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ഇവന്റ്സിലേക്ക് കടക്കുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബുദ്ധന്റെ ബർത്ത്, ബുദ്ധന്റെ ജനനത്തിന് പ്രത്യേകിച്ച് ടേംസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ലോട്ടസ് ബുൾ, ഈ 2 ഇമേജസ് നമുക്ക് ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിൽ കാണാൻ പറ്റും. ലോട്ടസിന്റെ ബുള്ളിന്റെ ഒക്കെ ഇമേജസ് ഡെപിക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. എവിടെയെങ്കിലും ലോട്ടസും ബുള്ളിനെയും കണ്ടു കഴിഞ്ഞാൽ അത് സിംബിളൈസ് ചെയ്യുന്നത് ബുദ്ധന്റെ ജനനമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ബുദ്ധൻ ജനിച്ച സ്ഥലം അറിയാലോ, വിച്ച് ഇസ് ഇൻ ലുംബിനി. അതുപോലെ ബുദ്ധൻ വീട് വിട്ട് ഇറങ്ങി പോവാന്ന് പറയുന്നത് ഗ്രേറ്റ് ഡിപ്പാർച്ചർ. ഞാൻ കുറച്ചു മുന്നേ നിങ്ങളോട് പറഞ്ഞതാണ് മഹാബിനിഷ്ക്രമണം അല്ലെ. അത് സിംബിളൈസ് ചെയ്യുന്നത് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ്. കാരണം കുതിരയുടെ കൂടെയാണ്, അല്ലെങ്കിൽ കുതിരയുടെയും സൂതന്റെയും കൂടെയാണ് അശോകൻ വീട് വിട്ട് ഇറങ്ങുന്നത്. സ്വന്തം കുതിരയുടെ പേരാണ് കാന്തക. അശോകനല്ല, ബുദ്ധൻ. സിദ്ധാർത്ഥന്റെ കുതിരയുടെ പേര് കാന്തക എന്നാണ്. അപ്പോൾ ഈ കാന്തകയ്ക്കൊപ്പം ബുദ്ധൻ സൂതനൊപ്പം വീട് വിട്ട് ഇറങ്ങുകയാണ്, പാലസ് വിട്ട് ഇറങ്ങുകയാണ്. സോ ഹോഴ്സ് സിംബിളൈസസ് ദിസ് മഹാബിനിഷ്ക്രമണം. ദെൻ എൻലൈറ്റൻമെന്റ് അഥവാ നിർവാണം. നിർവാണം ലഭിച്ചത് എവിടെയാണ്? ബോധ്ഗയയിൽ വെച്ചാണ് നിർവാണം ലഭിച്ചത്. ആൻഡ് അതുകൊണ്ട് സിംബിളൈസ് ചെയ്യുന്നത് ബോധി ട്രീ ആണ്, പീപ്പിൾ ട്രീ, ആൽമരം. അതാണ് ബോധി ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ചോട്ടിലിരുന്നാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത്. ഫസ്റ്റ് സെർമൺ, ഫസ്റ്റ് ടീച്ചിങ്സ്, അതിനെ പറയുന്ന ധർമ്മചക്ര പ്രവർത്തനം എന്നല്ലേ. സാർനാഥിൽ വെച്ചാണ് ആദ്യത്തെ ടീച്ചിങ് നടക്കുന്നത്, സിംബലൈസിങ് വീൽ. ഞാൻ കുറച്ചു മുന്നേ കാണിച്ചു തന്നു, അഷ്ടാംഗിക മാർഗ അല്ലെ, വീലാണ് ഈ ഫസ്റ്റ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധർമ്മം പ്രവർത്തിപ്പിക്കുക, അതായിരുന്നു ബുദ്ധന്റെ ഐഡിയ. ആൻഡ് ഓൾസോ ദ ഡെത്ത്, മഹാപരിനിർവാണ എന്ന് പറയും. മരണത്തിനെ മഹാപരിനിർവാണ എന്ന് പറയും. കുഷിനഗറിൽ വെച്ചാണ് ബുദ്ധൻ മരിക്കുന്നത്, സിംബലൈസ്ഡ് ബൈ സ്തൂപ. സ്തൂപ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹെമിസ്ഫെറിക്കൽ ഡോം ലൈക്ക് സ്ട്രക്ചർ ഉള്ള ഒരു മോണുമെന്റ് ആണ്. സാഞ്ചി സ്തൂപ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇതുപോലെ സ്തൂപ അല്ലെ, ഇതുപോലെ ഹെമിസ്ഫെറിക്കൽ ഡോം ലൈക്ക് സ്ട്രക്ചർ, അതാണ് സ്തൂപം എന്ന് പറയുന്നത്. ബുദ്ധന്റെ റിലിക്സും റിമെയിൻസും എല്ലാം പിൽക്കാലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ സ്തൂപകളിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അശോകൻ വന്നിട്ട്, നമ്മുടെ മൗര്യൻ എംപയറിൽ അശോകൻ വന്നിട്ട് ഈ സ്തൂപകളുടെ കുറെ റിമെയിൻസ് ഒക്കെ എടുത്തിട്ട് പിന്നെയുള്ള ഒരു 84,000 സ്തൂപ, 84,000 സ്തൂപകൾ പിന്നീട് അശോകൻ നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, സ്തൂപ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണമാണ്. ഓക്കെ, മരണം സംഭവിച്ചത് കുശിനഗർ എന്ന സ്ഥലത്ത് വെച്ചാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബുദ്ധമതം പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 എലമെന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ദ 3 രത്നാസ് ഓർ ദ 3 ജുവൽസ് ഓഫ് ബുദ്ധമതം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ബുദ്ധമതം നിലകൊള്ളണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് ബുദ്ധ,
ബുദ്ധൻ ഉണ്ടാവണം. ബുദ്ധൻ എന്ന് വെച്ചാൽ ദ എൻലൈറ്റൻമെന്റ്, ബോധോദയം ലഭിച്ച വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ബുദ്ധ. ബോധോദയം ലഭിച്ച ആള് ബുദ്ധ, ദ എൻലൈറ്റൻഡ് വൺ. ഹി ഈസ് ദ സെന്റർ ഓഫ് ഓൾ എലമെന്റ്സ്. ഈ ബുദ്ധന്റെ ടീച്ചിങ്സ് അഥവാ ധമ്മ ഈസ് എ സെക്കൻഡ് ജുവൽ. ത്രിരത്നാസിലെ രണ്ടാമത്തെ രത്നമാണ് ബുദ്ധന്റെ ടീച്ചിങ്സ് അഥവാ ധമ്മ എന്ന് പറയുന്നത്. ധമ്മയാണല്ലോ, ധമ്മ മീൻസ് ധർമ്മ. ധർമ്മം എന്ന് പറയുന്ന വാക്ക് സംസ്കൃതമാണ്, അതിന്റെ പാലി വാക്കാണ് ധമ്മ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇറുന്ന വാക്ക് പാലിയിൽ എന്തെങ്കിലും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ധമ്മ ഓർ ധർമ്മ, ധർമ്മ എന്ന് വെച്ചാൽ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ, ദ ഫിലോസഫീസ് ഓഫ് ബുദ്ധ. അതുപോലെ അത് പ്രൊമോട്ട് ചെയ്യാനും അത് ഫോളോ ചെയ്യാനും an order must be there, an assembly must be there. അതിനെയാണ് നമ്മൾ സംഘ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ കമ്മ്യൂണിറ്റി, എ കമ്മ്യൂണിറ്റി ഓഫ് ബുദ്ധിസ്റ്റ് മങ്സ് ആൻഡ് നൺസ്. ഇറ്റ് ഇസ് എൻ ഓർഡർ. ബുദ്ധൻ പറയുന്ന ടീച്ചിങ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും അതിനെ പോപ്പുലറൈസ് ചെയ്യാനും ഫോളോവേഴ്സ് വേണം. ഓർ an assembly must be there, കമ്മ്യൂണിറ്റി must be there. ആ കമ്മ്യൂണിറ്റിയാണ് സംഘ എന്ന് പറയുന്നത്. ഒരു ബുദ്ധമതത്തിനകത്തുള്ള പ്രധാനപ്പെട്ട 3 എലമെന്റ് ബുദ്ധ, ധമ്മ, സംഘ. ഞാൻ കുറച്ചു മുന്നേ നിങ്ങൾക്ക് ഒരു സ്തൂപ വരച്ചു തന്നില്ലായിരുന്നോ? സാഞ്ചി സ്തൂപയുടെ ഒരു ജസ്റ്റ് ഒരു ടിപ്പിക്കൽ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തന്നായിരുന്നു അല്ലേ? സാഞ്ചി സ്തൂപ നോക്കിയേ, ദിസ് ഇസ് സാഞ്ചി സ്തൂപ. ഈ സാഞ്ചി സ്തൂപയുടെ മുകളിൽ, ഏറ്റവും മുകളിൽ ഒരു 3 റെയിലിങ്സ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ഈ 3 റെയിലിങ്സ് സിംബിളൈസ് ചെയ്യുന്നത് ഈ പറയുന്ന 3 രത്നാസ് ആണ്. ഓക്കെ, 3 രത്നാസ് ആണ് ഈ ആദ്യത്തെ 3 സിംബിളൈസ് ചെയ്യുന്നത്. ബുദ്ധ, ധമ്മ, സംഘ. ഇത് സാഞ്ചി സ്തൂപയ്ക്കകത്ത് കാണാൻ കഴിയുന്ന സംഭവമാണ്. ഒട്ടുമിക്ക സ്തൂപകളിലും നമുക്ക് ഈ 3 റെയിലിങ്സ് കാണാൻ പറ്റും. ഓക്കെ, സ്തൂപയുടെ മുകളിൽ 3 രത്നാസ് ബുദ്ധ, ധമ്മ, സംഘ, ഈ 3 എലമെന്റുകൾ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം.